മാതൃസ്മരണയുയർത്തി സിദ്ധരയേറ്റി മൃതരെ വാഴ്ത്തിയിടുന്നവനായി സ്തോത്രം. മാതാകാദേശന്മാർ തൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും പുണ്യം ഹൃദരായോർക്കും. വെളിവു നിറഞ്ഞോരീശോനിൻ വെളിവാൻ കാണുന്നു. വെളിവിയടിയാരഖില ധാരമതാ വെളിവും നീ കാന്ത്യങ്ങളെ നീ താതൻ കതിരേശോഭിപ്പിക്കെന്നും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധി പരിശുദ്ധ. വേണ്ട കഷ്ടത വീഴ്ചിന്തയുമടിയാനൊഴിക്കാം സൽക്രിയകൾക്ക് മനഃശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്ക്. ഹാബീലിൻ കുഞ്ഞാൻ രോഹിനുടെ കാഴ്ചയും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ, നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാലടിയാരെ കാക്കുക. ജനമതിനായി പാപികളെ വരുവീൻ യാചിപ്പീൻ. മോട്ടും നോർക്കു തുറന്നിടുമേ നാഥൻ തൻവാതിൽ. യാചിക്കുന്നോൻ പ്രാപിക്കും. അന്വേഷിപ്പോൻ കൈക്കൊള്ളും. കർത്താവേ, നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോ കാരുണമേ നല്ലോർമ്മ. നിന്റെ മഹത്വമുദീക്കുന്ന നിൽക്കണമവർ വല്ലഭാഗത്തിൽ. മറക്കുമോർ മറിയാം നിലേതോക്കിയുഹാനോൻ ദാമനോഹെനുന്നെവുലഭിസുനിലുപൈൻ വിസ്രഹാം വേല. ജീവനും
സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. പൗലോസ്ലീഹ ധന്യൻ ചൊൽകേട്ടേനി ദൈവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം. പലതര ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തൊട്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോഥെയോസിന് എഴുതിയ ഒന്നാം ലേഖനം ആഹായി പാർക്കുമോ. ശ്രീഹാടോടെ നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ യാചകന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നല്ലതും പ്രസാദകരവുമാകുന്നു. സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ തക്ക സമയത്ത് അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിക്കുകയും അപ്പോസ്തലനുമായി കോഷ്കനല്ല പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടവനാകുന്നു. ആകയാൽ എല്ലായിടത്തും കോപവും വാഗ്ദാനവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആവണ സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നെയോ തലമുടി പൊന്ന് മുത്ത് വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവർത്തികൾ അത്ര അലങ്കരിക്കേണ്ടത്. ആഹായി പാർക്കുമോ. സ്തുതി ബലികളാണ് ചേരിടുവിൻ കർത്തൃപ്രാകാരി നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാമുമ്പിൽ. പാർക്കുമോർ
പറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായി നമ്മുടെ കർത്താവായ ശിവശിയാതമ്പുരാന്റെ പരിശുദ്ധയോൻ ലോകത്തിന്റെ ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ യോഹന്നാൻ ശ്ലീഹായിൽ നിന്നും പരിശുദ്ധകന്യമറിയാവൾ നിന്ന് ശരീരം ധരിച്ച ജീവന്റെ വചനമായ ദൈവവും നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹാതമ്പുരാന്റെ മനുഷ്യാവതാര നാളിൽ ഈ പ്രകാരം സംഭവിച്ചു. ഞായറാഴ്ച ദിവസം സന്ധ്യയ്ക്ക് ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് അവരിരുന്ന സ്ഥലത്തിന്റെ വാതിൽ അടച്ചിരിക്കെ യേശുതമ്പുരാൻ അവരുടെ മധ്യേ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ തന്റെ കൈകളും വിലാപ്പുറവരെ കാണിച്ചു. ശിഷ്യന്മാർ കർത്താവിനെ കണ്ടതിൽ സന്തോഷിച്ചു. പിന്നെയും യേശുതമ്പുരാൻ അവരോട് നിങ്ങൾക്ക് സമാധാനം, എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നുവോ മോചിക്കപ്പെടാതിരിക്കുമെന്ന് പറഞ്ഞു. യേശു ശിഷ്യന്മാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പന്തിരുവല്ലൊരുവനായ ഇരട്ടെ എന്ന് വിളിക്കപ്പെടും തോമസ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. മറ്റു ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ തോമസ് അവനോട് അവന്റെ കൈകളിൽ ആണിപ്പാട് കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന് വിലാപ്പുറത്തിന്റെ കൈ വെച്ച് നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ ആദരിക്കുമ്പോൾ തോമസ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കെ യേശുതമ്പുരാൻ വന്ന് നടുവിൽ നിന്നുകൊണ്ട് അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ അവൻ തോമസിനോട് നിന്റെ വിരലിവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ നോക്കുക, നീ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ അവനോട് നീ ഇപ്പോൾ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത മറ്റനേക അടയാളങ്ങൾ യേശുതമ്പുരാൻ തന്റെ ശിഷ്യന്മാരുടെ മുൻപാ പ്രവർത്തിച്ചു. ഇവ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ മശിഹായാവുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിനുമാകുന്നു. വാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. മാളികയിൽ വച്ചീവൻ നാൾ കർത്തൻ കൽപ്പിച്ചാൻ നിങ്ങൾക്ക് സമാധാനം പ്രിയ ശിഷ്യന്മാരെ നിങ്ങൾ സഹിതം എന്റെ സമാധാനം വാഴട്ടതിനാൽ പാപവിമോചനവും ദുഷ്ടങ്ങൾ നിന്നും നിത്യം രക്ഷയുണ്ടാകും. സ്നേഹന്മാരുടെ സന്താപം നിർമൂലം നീക്കി ഹല്ലേലൂയ സന്തോഷിപ്പേശു ബർക്കിമോർ സൗമൻ കാലോസ് എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കുകയും സ്തോത്രവും പ്രമേയം പുകഴ്ചയുടെ നാളും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും ഇടപെടാതെ സദാ നേരം അർപ്പിപ്പാൻ അടിയങ്ങളെ നീ യോഗ്യരാക്കണമേ. സ്ലീപാമരത്തിന്മേൽ സ്വയം അർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ബലിയാൽ ഞങ്ങൾക്ക് പാപം നൽകുകയും തന്റെ മരണത്താൽ ഞങ്ങളെ ജയിപ്പിക്കുകയും തന്റെ പുനരുദ്ധാനത്താൽ ഞങ്ങളെ ഉയർപ്പിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തന്നോടൊപ്പം ഞങ്ങളെ കയറ്റുകയും ചെയ്തവരുമായ സ്വീകാര്യ കുർബാനയായ കർത്താവേ,
നിനക്ക് അതിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും ദൈവികമായ സ്തോത്രം ഏർപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങൾ ജീവനോട് കൂടിയിരിക്കുന്ന നാഴികകളൊക്കെയും സ്തുതിയും ആരാധനയും ബഹുമാനവും നിനക്ക് യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെ പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെ ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെ ഭയങ്കരമായ വിശുദ്ധകുർബാനയുടെ മുമ്പാകെ ബഹുമാനപ്പെട്ട ആചാര്യകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. പരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അർത്ഥങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ എന്റെ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹപൂർവമായ കാരണത്താൽ എന്റെ നാഥ എന്റെ അസംഖ്യങ്ങളാകുന്ന മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സഹോദരത്തിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. തവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്തുള്ള നിന്റെ പരിസ്ഥിതികളായ സർവാങ്ങിപ്പോണ്ട ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികൾക്കരുടെയും കൃപയുമാകുന്ന പരിവഞ്ചനെ തെളിക്കണമേ. കർത്താവേ, മോഹത്തിന്റെ നാഥാവശിക രാജാവേ, ഞങ്ങൾക്ക് ഓർക്കും നീ മോചകനും വിമോചനവുമായ കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ട് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നിയേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയുള്ള അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിനേക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി വായിച്ചു കളയണമേ. കർത്താവേ, കോപത്തിന്റെ പടികളെ ഞങ്ങൾ നേർണാപൂർവം തടുത്ത് മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഒത്തുമായ അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളവൻ യോഗ്യവും നിന്റെ ദൈവത്തിന്റെ പ്രീതികരമായ രഹസ്യപൂർണ്ണ ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ലൊരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യമായ ബലിയർപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സ്ഥലം വന്നുകൂടി നിന്റെ മഹാകരുണകൾക്കായി പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദൈവമേ ദാസികളെ നീ അനുഗ്രഹിക്കണമേ. ഈ സമയം ദൈവമേ, ദൂരെ സമയമായി ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ മക്കൾക്ക് അവിടുത്തെ ചൈതന്യങ്ങളും അനുഗ്രഹങ്ങളും നീ നൽകണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഇവർക്ക് നൽകണമേ. നിന്റെ പരിശുദ്ധ ശരീരവും പാപനാത്മകമായ രക്തം അനുഭവിക്കുവാൻ നിന്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് യോഗ്യരാക്കണമേ. ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെ നീ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. ആത്മീയായുധം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹവായിക്കുവാൻ ഇവരെ അണിയിക്കണമേ. നിന്റെ മക്കളുടെ ഇടയിൽ സമാധാനവും ശാന്തതയും വാഴണമേ. ശിക്ഷകളിൽ നിന്ന് കോപടികളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. മഹാമാരിയിൽ നിന്നും വലിയ രോഗങ്ങളിൽ നിന്നും ദൈവമേ നിന്റെ മക്കളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. പടർന്നു പിടിക്കുന്ന എല്ലാവിധമായ മാരക രോഗങ്ങളിൽ നിന്നും ദൈവമേ നിന്റെ മക്കളെ ദേശത്തെ നിന്റെ പരിസ്ഥിതിയാൽ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലുതാത്ത ശ്രേഷ്ഠമായ നിലക്ക് ഞങ്ങളെ എല്ലാം വാങ്ങിപ്പോവരെ യോഗ്യരാക്കണമേ. ഞങ്ങളോരോ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധവായിക്കും ഇപ്പോഴും സ്തോത്രം സമർപ്പിക്കുന്നു. കർത്താവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുവാങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടിലും നാം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ബലഹീനരും പാപിയുമാവുന്ന ദാസനാവുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. കാവേ
ജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ഈ ആഴ്ച പ്രാർത്ഥന ഏറ്റുകൊല്ലണം. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വനോർക്കും മുമ്പേ പിതാവിൻ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവരും സകല മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ മറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുവിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിക്കുന്ന കർത്താവും പിതാവും പുറപ്പെട്ട് പിതാവിനും പുത്രനും ഒന്നിക്കപ്പെട്ട് സുഖിപ്പതിനും ദിവ്യന്മാർ സംസാരിച്ചനുമായ ജീവനും വിശുദ്ധേറുവായ കാതലിക സൈക്യവുമായ യേശുസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുകൊണ്ട് ഉറപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴിക ഇതു നമസ്കാരത്തിൻ സമയം ഇത് തന്നെ കരുണാ സമയം. ഉന്നത പദവിയിൽ ഏറിയതാ ഇന്നീപ്പോളി ആചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കുന്നീ കുർബാന. പ്രിയരേ, ഇതു കരുണയുടെയും അലിവിന്റെയും സമയം താൻ സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താൻ. ദൂരസ്ഥർ സവിധസ്ഥരുമായി നമ്മിൽ നിരക്കും സമയം താൻ. അതിനാൽ സോദരരെ വരുവീൻ ഒരുപോൽ കരുണയിരന്നീടാം. കൃപ ചെയ്തിടണമേ, നാദാ കൃപ ചെയ്യുക കനിവാൽ, നാദാ ഉത്തരമരുളി ചെയ്ത് അടിയാരോട് കൃപ ചെയ്യണമേ. നല്ലവനേ, ഞങ്ങളുടെ ബലഹീനതയോടുത്തരം അരുളണമേ. നാം എല്ലാവരും ഒത്തൊരുമീ ചട്ടഹസിച്ചുര ചെയ്യണം. ആമീൻ. ബാറയ്ക്കുമോ സ്തോമൻ ഗാനോസ് നിന്റെ സഭയ്ക്ക് നിന്റെ ആടുകൾക്കും നിന്റെ ഇടയ്ക്ക് നിത്യമായ സമാധാനവും ശാന്തിയും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജാതൻ നിന്റെ പരിശുദ്ധവായിക്കും സ്തോത്രം സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം
സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ നമ്മുടെ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവുമായ ചുമലത്താൽ ഓരോരുത്തരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവുമായ സമാധാനത്തിന് ശേഷം കർണയുടെ കർത്താവിൻ നാം തലകുനിക്കണം. നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്ന ആളുകൾക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധവായിക്കും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ബബുകുൽ സുബാൽ കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപകാരനുള്ള നേർച്ചയ്ക്കും പുണ്യപ്രദമാഴ്ചയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധവായിക്കും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ അബ്ദുൽ സുബാൽ ആമീൻ. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധരുമായോട് സംബന്ധവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെയും മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലിരിക്കുന്നു. ഭയഭക്തിയോട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവെ, അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവൻ ശ്രോഫന്മാരെ പോലെയും കാതീശ് പാടിച്ചു തന്നെ ബന്ധപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് രക്ഷാകരമായ കഷ്ടാനുഭവത്തിനായി ഒരുങ്ങിയപ്പോൾ തന്റെ പരിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ പരസ്നേഹന്മാർക്ക് വെച്ചു കൊടുത്തത് മൂലം ഭാവര്യാത്മകമായ തന്റെ ശരീരം നിത്യവനായി ഞങ്ങൾക്ക് നൽകി. തന്റെ സഹായമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. തന്റെ പരിസ്ഥിതി
പിതാക്കന്മാർക്ക് നൽകിയത് മൂലം പാവര്യാത്മകമായ തന്റെ അഗ്നദ്യവനായി ഞങ്ങൾക്ക് നൽകി. ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ മറന്നവരെ എന്റെ മരണവും കവഴക്കും വരുന്നാലും നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ എന്ന നിർദ്ദേശവും തമ്പുരാൻ അവർക്ക് നൽകി. അതാമോ ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എല്ലാവരുടെ മേലും കർത്താവേ, നിന്റെ രക്ഷാകരമായ മനുഷ്യാവതാരത്തിൽ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും പ്രവർത്തികൾക്ക് അനുസരണമായ പ്രതിഫലം നൽകുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കാവുന്നവയെല്ലാം തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ഉത്തമനേ, ദയവ് തോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. പരിശുദ്ധരുവായി ഞങ്ങളുടെ ദൈവമായ മനുഷ്യന്റെ തിരുരക്തമാക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, കൃപാന അനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടെ അന്ന് അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധമായ സ്തോത്രവും സമർപ്പിക്കുന്നു. ഇന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരാണെന്ന് 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശ്വസഭകളെ മേച്ചുവരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നടത്തപ്പെട്ടുപോകുന്ന നമ്മുടെ മാതൃകിസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബെസിലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബൂന്മാർ തീമോത്തിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പുമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ ഈ സമയത്ത് ദൈവമായ കർത്താവോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേക്കെതിരായി ദുഷ്ടതയോട് സംസാരിക്കുന്ന ഭേദവിരീതികളുടെ വായുകളെ നീ അടച്ച് മൗനമാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന്റെ പരിസ്ഥിതിയായി സ്തോത്രം സമർപ്പിക്കുന്നു. ഓശോ ബാബുകൾ സുബാ ലെവൽ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്ന വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരനും ബലഹീനനുമായ ഞങ്ങളോട് മുൻപിൽ കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമൈക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
കർത്താവേ, നാഥരുടെ സങ്കടത്തിൽ ദരിദ്രന്മാർ നിലവിളികളിൽ നിന്നും ഞെരുക്കത്തിലേക്ക് ക്ലേശത്തിൽ നിന്നും മർദ്ദന പ്രയാസങ്ങൾ അലസമായി മൗനമായി ഭരിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ജാതന്റെ പരിശുദ്ധവായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ അബ്ദുൽ സുബ്ഹാനല്ലാഹി. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘം ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് ഭയപ്പെടുത്തി ചിതറിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജാതന്റെ പരിശുദ്ധവായിക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു. ഓശോ അബ്ദുൽ സുബ്ഹാനല്ലാഹി. ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും ഭാഗ്യവതിയമായ അറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ ഭക്ഷിതന്മാരായ ദിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീയന്മാരെയും ഏവങ്കേലിയസ്തന്മാരെയും സഹോദയന്മാരെയും മോദിയാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ മുന്നോട്ടുകാരനുമായ മാറിയോ കാണുവാൻ മാംദാനെയും സിംഹാസന്മാരിൽ പ്രധാനിയും സാധന്മാരും മുമ്പനുമായ പരിശുദ്ധനും മഹത്തുള്ളവനുമായ മാർ സ്തെഫാനോസിനെയും സ്ലീഹന്മാരും തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമസ് സ്ലീഹായ ശേഷം സകല ശുദ്ധാന്മാരെയും ശുദ്ധിമതികളെയും അതുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങൾ വാങ്ങിപ്പോരെ കൃപയോടെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജാതനും നിന്റെ പരിശുദ്ധമായ സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ അബ്ദുൽ സുബ്ഹാനല്ലാഹി. സൈഹികവും കുറ്റമില്ലാത്തതുമായ വിശ്വാസമേ പരസ്യങ്ങൾ കേൾപ്പിച്ചവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുഖകൂട്ടി പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പണിപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുനദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ദർശനവുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓർസ്ലേമിന്റെ 1ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിയോനാസിയോസും അഥാനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദൈവോദ്യോസും തീലക്സീനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചു വരും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയനോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ ഉത്സവവും മറിയാം ദൈവമാതാവെന്ന സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രയ്ക്ക് സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് മുർദാനായും മാറപ്രേമുമാർ യാക്കോബും മാർ സാക്കുമാർ ബാലായും ദുഃഖിതന്മാർ തലവന്മാരായ മാർ ബർസോമായ മാർ ശമോൻ ദസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ടമാർ അബഹായും എൽദോമാർ ബസേലിയോസും മരങ്ങളുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീവന്നാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൂടുള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പരസ്യങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവർക്ക് ശേഷമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകജാതന് സഹോദരങ്ങളുമായി തീരുവാനിടയാക്കിയ പരിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ ഞങ്ങളാന്ന് പോകുവാനിടയാകരുത്. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധരുമായ സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ അബ്ദുൽ സുബ്ഹാനല്ലാഹി.
അരൂപികളുടെയും സകലജടങ്ങളുടെയും ഇവിടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിന്ന് പ്രാപിച്ചു ശ്രമിച്ചതിന്റെ അടുക്കൽ വന്നുയർന്നവരായി പരിശുദ്ധ മദ്ബഹാൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവന്നവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കർത്താവേ, ഞങ്ങൾ വാങ്ങിപ്പോയവർ നിയമൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും കൂടി ഉദ്ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഞാൻ കൃപാൽപ്രബലപ്പെടുവാൻ ഇടയാകണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തർ തന്നെ ശരണപ്പെടുന്നു. വിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന സകല മനുഷ്യരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടും നിന്റെ രൂപത്തിൽ ഞങ്ങൾ ആരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. പൊതുവായി പുനരുദ്ധാനം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയരായത്തിൽ ആർന്നിക്കുവാൻ ഞങ്ങളെയും ഞങ്ങൾ വാങ്ങിപ്പോരെ കൃപയോട് അനുഗ്രഹിക്കണമേ. തന്മൂലം സകലത്തിൽ ബഹുമാനം വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായോടും നിന്റെ പരിശുദ്ധനുമായോടും കൂടെ ഈ കുർബാനയായി സ്നേഹിക്കൊണ്ട് വാഴ്ത്തപ്പെടുവാനാകണമേ. പ്രാർത്ഥനയിരിക്കും തലമുറ തലമുറകളായ സാധനവരെയും ലോകാലോകളോടും സ്ഥിതിയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവാം യേശുമിശിഹാം ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സൗധത്തിൽ പേടിപ്പേട്ട് സ്നേഹന്മാർ ദേവും നേരും നമ്മുടെ നാഥൻ തന്മധ്യേ ചെന്നെത്തി ധൈര്യം നൽകി സ്നേഹന്മാരെ സ്നേഹത്താൽ സുതലേകിയതാ സ്തോത്രം വന്ദനമോ താണ സ്ഥൈര്യം ചേർത്ത സുധാ മഹിതൻ കാരുണ്യാശീർവാദങ്ങൾ നമ്മുടെ മേൽ ഉണ്ടാകട്ടെ. നിന്നെ വിളിക്കുന്നേ നാഥാ, നിന്നുദവിക്കായി ബലഹീനർ. നല്ലവനേ, കാരുണ്യത്താൽ കനിവടിയാരിൽ ചെയ്യണമേ. കർത്താവേ, കാരുണ്യത്താൽ കനിവടിയായി ചെയ്യണമേ. നന്മ നിറഞ്ഞോനേ, എന്റെ തിന്മകളെ നീ ഓർക്കരുതേ. ചിറകുകളാറുള്ളവരാ എരുതിയ
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവിനോട് ജന്മദിനവും വിവാഹ വാർഷികവും ആചരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും വേണ്ടി ധാരാളമായി അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു. വീണ്ടും അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി, സമാധാനത്തിലും ശാന്തിയിലും അവർ ജീവിക്കുന്നതിനു വേണ്ടി, പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂലതകളിൽ നിന്നും അവർ കാത്തുകൊള്ളപ്പെടുന്നതിനും വേണ്ടിയും ദൈവരാജ്യത്തിന്റെ അവകാശികളാകുന്നതിനു വേണ്ടിയും എല്ലായ്പ്പോഴും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവേ, നിന്റെ കൃപയാൽ അവർക്ക് സ്വജമായി നൽകണമേ. പാർക്കുമോ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്നാകത്തെ പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പായി നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യാവകാശം അനുഭവിച്ചുകൊള്ളുവിനെന്ന് അവിടുത്തെ ഭാഗത്തുള്ളവരോട് പറയുന്ന സന്തോഷമായ ശബ്ദാനാം യോഗ്യരായി തീരുവാനായി എന്റെ സഹോദരങ്ങളെ എല്ലായ്പ്പോഴും നാം കർത്താവിനോട് അപേക്ഷിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. മധുരങ്ങളെ പോണെന്ന് തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനാം പിതാവാം ദൈവമേ, നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദർശനങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജശക്തിയും മഹത്വവും എന്നേക്കുവാന്നു. ആമീൻ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമായ വേഗത്തിൽ വ്യത്യാസപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജാതനും നിന്റെ പരിശുദ്ധമായിരിക്കും സ്ത്രീസ്തോത്രം സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മുമ്പ് വീണ്ടും തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലെ നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവേലും വന്ന് വസിച്ചു കവിഞ്ഞൊഴുകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജാതനും നിന്റെ പരിശുദ്ധമായിരിക്കും സ്തോത്രം സമർപ്പിക്കുന്നു. ഓശോ മബുകൾ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ദേഹാവേ, പരിശുദ്ധവും മഹത്വവും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവും അനാദിത്യവും ദിവസനാശനാർക്കുന്നതുമായ വിശ്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെയും മേലേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബാറയ്ക്കുമോ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ ഏകദൈവമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ശുഭോ കരുണയോടെ ലോകത്തെ
പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറെ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധനുമായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസൂരന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും മുറിയോറാഹിന്നേനുവാദാരെ എന്നാൽ സ്തുതിയോടു രാജമകൾ നിൻവലമായി രാജഭാമിനിയോ നിങ്ങൾ മോഹിപ്പാൻ നിൻ ജനമോർക്കായിക പിതൃഗൃഹവും മനോലം മാതാമിനോലം ഞങ്ങളിൽ അലിവാത്തം പക്കലപേക്ഷണേക്കേനും സ്തൗമൻ കാലസ്കുറിയേലായി സ്മരണ വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ കാൽമാവിനു കോട്ടാർക്കുമോ ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരും നോയാറിൽ രൂപം മുറിയോറാവിന്മേലു ആധാരങ്ങൾക്കായുള്ളർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലുയ്യ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ പോലും വാതാവൽ പോലും നീനാമീൻ ഒരുപോലിങ്ങും മാർത്തോമാ മോർഗി വർഗി സഗതാ മോർഗി ഗോറിയോസ് മോർദീവന്നാസ്യോസ് മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിന്നോർമ്മയെ ബഹുമാനിച്ചോർക്കാൻ സ്തോമൻ കാലോസ് കുറേലായിസു ഭാഗ്യം നേബിയർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനെ പാറയ്ക്കുമോ കാണാൻ കാക്ഷിച്ചൊരു സഹദേർ വാളാൻ സിറകുകൾ മൂണ്ടുന്നത പദമേറി ഒറിയോറാഹി മേലോ പരിശുദ്ധന്മാരെ നിങ്ങൾ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വഴികളെയും വായിച്ചിടാം. ഭാഗ്യ സ്മരണാർഹനായ മലക്കരയുടെ കാതോലിക്കേറ്റ് രത്നദീപം പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ 69ാം ഓർമ്മ ദിനമായിരുന്നുവല്ലോ ഈ കഴിഞ്ഞ ദിനം. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പുത്തൻകാവ് കത്തീഡ്രൽ ദേവാലയത്തിൽ ആ പെരുന്നാൾ കൊണ്ടാടുകയുണ്ടായി. നമ്മുടെ ഭദ്രാസനത്തെ നയിക്കുകയും കാതോലിക്കേറ്റിനു വേണ്ടി അങ്ങോളം ഇങ്ങോളം തൻ്റെ അവസാന ശ്വാസം വരെയും തൻ്റെ വചനത്താൽ ദൈവമക്കളെ ശക്തരാക്കുകയും ചെയ്ത ആ പുണ്യപിതാവിനെ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയെ ദൈവത്തിന് മുമ്പാകെ നമുക്ക് ഓർക്കാം.
അതോടൊപ്പം തന്നെ കടന്നു പോയിരിക്കുന്ന എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാരെയും തിരുവനന്തപുരം ഭദ്രാസനത്തിൽ പാളയം കത്തീഡ്രൽ ദേവാലയത്തിന്റെ വികാരിയായ ബുധനായ റെജി ലോക്കോസ് അച്ഛനെ കഴിഞ്ഞ രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ പിതാവിനെയും ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. ചാർത്തുനീതിയ നിന്റെ ആചാര്യന്മാരും മഹിമേരീജ്ഞന്മാരും നിന്റെ വിക്ഷിപ്ത മുഖം തിരിപ്പിക്കല്ലേ. നിന്ദാസൻ ദാവീദിൻ മൂലം പുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുവി. സാക്ഷിയും പാർക്കുമോ മനോലം വാദാകുലോലം വൽമീനാമിൻ സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുദ്യാന ദ്വാരങ്ങൾ വാനവരത്തു വസീകേണം സൗമൻ ഗാനോസ്കുരീനായിസോ സ്നേഹ ശുശ്രൂഷിച്ചോര വൈദികരെ പിൻചെല്ലും ഈറന്മാർ ദേവാകാരെ പാർക്കുമോ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാടിൽ ഒത്തുമുഖപ്രഭയേണമേ മഷിഹാകൂദാശകളർത്തീശോ ആചാര്യന്മാർക്കേ ഗുഗപുണ്യം നാഥാസ്തോത്രം. പുല്ലിനു തുല്യം തരുടെ നാൾകളഹോ ഹല്ലേലൂയ. പൊക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവസ്വരമതുണർത്തണമേ. ഗവരീധ്യാനത്തിന്ന ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നവരവരോട് എഴുന്നേറ്റ് ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പറയുമോ എന്റെ ശരീരം ഭക്ഷീശൻ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ. എന്നും അവൻ ജീവിപ്പാനങ്ങത്തിട്ടു മരിച്ചതു ഞാൻ. എന്നും കേർത്താ തന്നരുളിന്ന് മഹത്വം ഒറിയോറാഹേ മേലേനോ ആധാരം മരമതിരെ കർത്താവേ. കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈ കൊണ്ടിടേണം. ബറയ്ക്കുമോ എന്റെ കർത്താവേ നിന്നെ ഭക്ഷിപ്പാനെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ശേഷി പോകി. നിന്റെ ദൈവമുള്ള ആശയാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. രക്ഷകനുരസേനാൻ എന്നേ രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. വിശ്വാസാൽ ശുദ്ധ്യാ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. ആത്മാ
നിത്യമുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽകാം. പാപങ്ങളുടെ മോചനത്തിനുമായി അവിടുത്തെ സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. താപകഗാത്രത്താൽ പരി ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ സുഖത്തിനും വേണ്ടി വരുവാനേക്കുന്നവരുമായ ഭാവികാരം നൽകുന്ന നിന്റെ വിലകളിൽ നിന്ന് നിന്റെ ദാസുകായ ഭാവികാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ദിനദിനവും നാളവും പ്രസിദ്ധനിക്കുമായി നിന്റെ വിലയേറിയതാവുന്ന തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചു നോക്കി പാർത്തിരിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. ഈ വിശ്വങ്ങൾ വാഴ്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും ഇവ പരിശ്രമിച്ച് സംബന്ധിച്ചുള്ളവർ സംബന്ധിപ്പാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ, ഞങ്ങൾ ഞങ്ങൾ പാനം ചെയ്ത് പുണ്യപ്പെടുത്തുന്ന ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷിക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരുടെയും മേൽ അനുഗ്രഹം ചൊരിയണമേ. ശരീരങ്ങളാവുന്ന ദിവ്യമായ ദാനത്തിന് അർഹമാക്കി തീർത്ത നിന്റെ കൃപയാവാ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകജാതൻ മോനോന്റെ കൂടെയും നിനക്ക് നിന്റെ പരിശുദ്ധമായി സ്തോത്രം സമർപ്പിക്കുന്നു. ഓശോ ബബുക്കുൽ മാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ.
ബാറയ്ക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തല ഉനിക്കണം. നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തല ഉനിക്കുന്നു. ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീരുവാൻ വേണ്ടി ഉയരെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗീയാത്മാവുന്ന മശിഹാ തമ്പുരാനേ, നിന്റെ ആഗമനത്തിങ്കൽ നിത്യമായ നാശത്തിന് ഞങ്ങളെ ആരെയും അവിടുന്ന് നീ വിട്ടുകൊടുക്കരുത്. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധമായ സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ആമീൻ. ബാറേക്കുമോർ ദൈവപദം പദമാനവനേകാൻ മാനവനായ വചനമെടുത്തൊരു ദേഹം സ്വന്തമതാക്കി മഹേശൻ മനുഷ്യദേഹം വരതനുവാക്കിയു നരാധീശ്വരനായി ബന്ധിതമുറിയിൽ താനേ പൂവി. ആമീൻ. മാറ്റുയിലേർപ്പാൽ തോമാസ്ലീഹ തൻ സന്ദേഹം തിരുമുറിവിൻ മടു തൊടുവേക്കുകയാൽ സുസ്ഥിരനാക്കി. മഹിതാപ്രഭയോടു കല്ലറ വീട്ടൊരു നിഖിലേശ്വരനെ പാപം ഹൃദിയൻ ഇവരെ പാലിക്കണമേ. എട്ടാം നാൾ തോമാസ്ലീഹാ സഹിതം വാതിലുകൾ സർവം ബന്ധിച്ചിട്ട് വെൺമാടം തന്നിൽ മേവുന്നേരം പന്തിരുവർക്കീശോ കാണപ്പെട്ടു. സെലോൻ ബസ്ലോമോ ആഹായൻ ഹബീബായ്. വത്സല സഹോദരങ്ങളെ, കർത്താവിന്റെ പാപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച യാത്ര ഭക്ഷണത്തോടും അനുഗ്രഹത്തോടും കൂടെ പരിശുദ്ധ ദ്രോഹത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടെ പോകുകയും ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥന്മാരോട് ചോരും കർത്താവിന്റെ വിജയസ്ത്രീമായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ രൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ ദ്രോഹങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരവും തെറ്റുകൾ ക്ഷമിക്കും. നിങ്ങളുടെ മരിച്ചുപോയുടെ ആത്മാക്കൾക്കായ ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനും പാപിയുമാകുന്ന ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ എന്റെ കടങ്ങൾക്ക് പരിഹാരം ലഭിക്കുമാറാകട്ടെ. നിങ്ങൾ തെളിഞ്ഞ് തൃപ്തരായി സമാധാനത്താലേ പോയി എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ബലവാനെ നീ പരിശുദ്ധനാവുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരവും ശ്രോഷും കേൾക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ എന്നടെ ആരോട് കരുണ വിശ്വരാജാവേ, നിനക്ക് സ്തുതി. ബാർക്കുമോ നിന്റെ ഒരു നാം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടം സ്രോതത്തിനെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ കരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചു പോലെ ഞങ്ങളടങ്ങളും പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ദുഷ്ടനെ ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മാത്രം നിനക്കുള്ളാകുന്നു. ആമീൻ.
ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ദൂര ഫലമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പല സമയത്തും ദൈവങ്ങളുടെ വേഷങ്ങളാണ്. ആമീൻ. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പുതു ഞായറാഴ്ചയാണ്. ദൈവസന്നിധിയിൽ ഉയർത്തെഴുന്നേറ്റവനായ വലിയവനായ ദൈവം തമ്പുരാൻ ആ വലിയ സാന്നിധ്യത്തെ തന്റെ ശിഷ്യന്മാർ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദിനം. ആദ്യം തമ്പുരാൻ കടന്നു വന്നപ്പോൾ പരിശുദ്ധനായ മർത്തോമാ ശ്ലീഹ അവരോടൊപ്പമില്ലായിരുന്നു. എന്നാൽ 8 ദിവസം കഴിഞ്ഞ് ദൈവത്തിന്റെ അളവറ്റ വലിയ നടത്തിപ്പ് തിരിച്ചറിഞ്ഞ മർത്തോമാ ശ്ലീഹ വാതിലടയ്ക്കപ്പെട്ടിരിക്കെ അവരുടെ മധ്യേ വന്നു നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് കൽപ്പിച്ച വലിയവനായ തമ്പുരാന്റെ കൈകളിലെ ആണിപ്പാട് കാണുകയും വിലാവിൽ തൊട്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് സാക്ഷിച്ച ശ്രേഷ്ഠമായ ദിനമാണ് ഇന്ന്. പുതു ഞായറാഴ്ച. പരിശുദ്ധ സഭയുടെ സ്ഥാപകനായ മർത്തോമാ ശ്ലീഹായുടെ വിശ്വാസം എൻ്റെ കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ വലിയ സത്യവിശ്വാസം ദൈവസന്നിധിയിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ദിനമാവുന്നു ഇന്ന്. ദൈവസന്നിധിയിൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്നിൻ്റെ സമൂഹത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് ഭവനങ്ങളിൽ ഇരുന്നാണ് ഈ ദിനങ്ങളൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ഈ ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്യുന്നത്. നമ്മളുടെയൊക്കെയും വാതിലുകൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഹൃദയത്തിന്റെ വാതിൽ ദൈവത്തിൽ തുറക്കപ്പെട്ട് ദൈവസന്നിധിയിൽ ജാഗരൂപരായി ജാഗരണത്തോടുകൂടി ഇരിക്കുന്ന സമയങ്ങളാവുന്നു ഇപ്പോൾ. ഒരു ലോക്ക്ഡൗൺ ആണ്. പ്രത്യേകമായി അന്തരീക്ഷത്തിലാണ് വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുക. മറ്റെല്ലാ ശ്രദ്ധയും വിട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ മധ്യേ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് വലിയ കൽപ്പന നമുക്ക് തരുന്നു. ആ കൽപ്പനയെ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് സാക്ഷിക്കുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ശത്രുക്കളെ പിൻപിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ സമീപം വന്ന് നിന്ന് നമുക്ക് എല്ലാ സമാധാനങ്ങളും തരും. പ്രത്യേകിച്ച് നിന്റെ പ്രയാസങ്ങളിലും രോഗത്തിന്റെ കഠിനാവസ്ഥയിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളിൽ സങ്കടകരമായ അനുഭവങ്ങളിൽ ആരാധനയിൽ സംബന്ധിക്കുവാൻ കഴിയാത്ത വലിയ സങ്കടകരമായ അനുഭവങ്ങളിൽ ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവം എല്ലാ സമാധാനം കൊണ്ടും തന്റെ പ്രിയപ്പെട്ടവരെല്ലാം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാന മധ്യേ ഓർത്ത നമ്മുടെ പിതാവ് പുത്തൻകാവിൽ കൊച്ചു തിരുമേനി ഭാരതത്തിന്റെ പരിശുദ്ധ സഭയുടെ ആ ശീർഷകത്വത്തെയും അതേ പരിശുദ്ധ സഭയുടെ വലിയ അനുഭവങ്ങളെയും വളരെ ശക്തമായി മലങ്കരയിൽ അങ്ങോളം ഇങ്ങോളം കാതോലിക്കേറ്റിന്റെ ആ വലിയ സ്ഥാപനത്തിന്റെ അനുഭവത്തെ വളരെ ആത്മാർത്ഥത്തോട് പ്രസംഗിച്ച് ദൈവമക്കളെ പരിശുദ്ധ സഭയുടെ മക്കളായി സ്ഥിരപ്പെടുത്തിയ ദൈവത്തിലേക്ക് കടന്നുപോയ ഭാഗ്യവാനായ പുത്തൻകാവിൽ കൊച്ചു തിരുമേനി, അദ്ദേഹത്തിന്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. കാതോലിക്കേറ്റ് രത്നദീപം എന്ന നാമം പുത്തൻകാവ് ഉൽവച്ച പരിശുദ്ധ ബാബാ തിരുമനസ്സോട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഭാഗമാകുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ആ ദേവാലയത്തിന്റെ വികാരി എന്ന നിലയിൽ ആ സമയത്താണ് അത് ചെയ്യുന്നത്. ഒരു വലിയ അനുഭവമാണ് എനിക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത്. ആ പുണ്യപിതാവിന്റെ ഖബറ് അതിവിശിഷ്ടമാണ്. പരിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ടിട്ടില്ല എങ്കിലും ലോകപ്രകാരം അനേക മനസ്സുകളിൽ അദ്ദേഹത്തെ പരിശുദ്ധന്റെ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ട് അനേകർ ദൈവസ്ഥനിൽ കടന്നു വന്ന മധ്യസ്ഥനാണ് എന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എല്ലാവർക്കും ആ പിതാവിന്റെ മധ്യസ്ഥത അനുഗ്രഹമായി തീരട്ടെ. അതോടൊപ്പം തന്നെ കുർബാനയിൽ ധൂപപ്രാർത്ഥന നടത്തിയപ്പോൾ ഞാൻ വന്യനായ റെജി ലൂക്കോസ് അച്ഛൻ എന്നൊരച്ഛന്റെ പേര് പരാമർശിച്ചുവല്ലോ. 1990-94 കാലഘട്ടത്തിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ഒരു സഹോദര വൈദിക ശ്രേഷ്ഠനാണ്. ഇന്നലെ രാത്രി ദൈവസന്നിധിയിലേക്ക് വെല്ലൂരിൽ CMC ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. തിരുവനന്തപുരം പാളയം സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ വികാരി ആയിരിക്കവെയാണ്. നൊയമ്പിന് മുമ്പെയാണ് അദ്ദേഹം വെല്ലൂരിൽ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയത്. പക്ഷെ ഇന്നലെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ സഹോദര പിതാവിനെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് OBBSന്റെ 4 ദിവസത്തെ ക്ലാസ്സുകൾ 3 ദിവസമായി അത് ഇന്നുകൊണ്ട് സമാപിക്കുകയാണല്ലോ. നമ്മുടെ ഭവനങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് അതിന്റെ എല്ലാ മെസ്സേജസും സൺഡേ സ്കൂൾ അധ്യാപകർ മുഖേന മറ്റുമായി ഈ മാധ്യമത്തിലൂടെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്.
മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് അത് ശ്രദ്ധിക്കുകയും കുഞ്ഞുങ്ങളെ അത് മനഃപ്പാഠമാക്കുകയും ക്ലാസ് ഒന്നിച്ച് തുടങ്ങി വരുമ്പോൾ അവരെ ഒന്നിച്ച് ഒരു ജനറൽ ക്ലാസ്സായി നടത്തി അതിന്റെ സന്തോഷം പങ്കിടുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇടവികാരി എന്ന നിലയിൽ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവശക്തന്റെ കൃപ എല്ലാവരിലും എല്ലായ്പ്പോഴും സദാ നേരവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം മുഴുവനുമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്നു, മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, അനേകര് ഈ പ്രയാസകരമായ രോഗത്തിന്റെ മധ്യത്തിൽ അനേകർക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, ഇന്നലെ പ്രത്യേകമായ വാർത്തയിലൂടെ ഒരു വേദനിപ്പിക്കുന്ന ഒരു മെസ്സേജ് കാണുകയുണ്ടായി. ഈ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും സൃഷ്ടിപരമായ കർമ്മങ്ങളിൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച ഒരു സംഘം പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ഇന്ത്യ വിട്ട് വിദേശങ്ങളിലായി, യൂറോപ്പ് മേഖലകളിലായി, ഗൾഫ് രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ. ഈ കേരളത്തിന്റെ മക്കൾ, ഭാരതത്തിന്റെ മക്കളാണ് അവരവിടെ അനുഗ്രഹത്തോടെ പ്രവർത്തിച്ച അവരുടെ വിയർപ്പിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന എല്ലാ സമൃദ്ധിയും. അല്ലാതെ വേറെ ഒന്നും വന്നതല്ല. അവരുടെ കഷ്ടപ്പാടും വിയർപ്പും കണ്ണുനീരുമാണ് അവരുടെ ഒരു വേദനകരമായ ഒരു പരാമർശങ്ങൾ കാണിക്കൊണ്ടേ. മക്കളെ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഇന്ന് കാണുന്ന എല്ലാ സമൃദ്ധിയുടെയും പിമ്പിൽ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് നിങ്ങൾ പ്രയത്നിച്ച അധ്വാനങ്ങളാണ്. ഭാരതം നിങ്ങളോട് കൂടെയുണ്ട്. പ്രത്യേകമായ സാഹചര്യത്തിൽ അതിൻ്റെതാകുന്ന യാത്രാ ക്രമീകരണങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരും. അതിന് ദൈവം തമ്പുരാൻ സംഗതിയാകും. ഭരണാധികാരികളുടെ പ്രത്യേകമായ ഇന്നത്തെ ക്രമീകരണങ്ങൾ അനുസരിച്ച് നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് ഭരണാധികാരികളുടെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിച്ചേ മതിയാകുകയുള്ളൂ. തമ്പുരാൻ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളെ കാത്തു പരിപാലിക്കും. നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകി ഇരട്ടി നന്മകൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. ഈ സമയവും കടന്നു പോകും. ദൈവം എല്ലാ നന്മ കൊണ്ടും ദൈവം തമ്പുരാൻ നമ്മെ നിറയ്ക്കും. ലോകത്ത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമായിരിക്കുന്ന ലക്ഷക്കണക്കിന് ജീവിതങ്ങളെ, കോടി ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ എല്ലാ നന്മ കൊണ്ടും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പുതിയ ഞായറാഴ്ചയുടെ എല്ലാ സന്തോഷങ്ങളും ആത്മാർത്ഥതയോടുകൂടി നേർന്ന് ആരാധനയിൽ കടന്നു വന്ന് സംബന്ധിച്ച ശുശ്രൂഷകർ, പ്രിയപ്പെട്ടവർ, അവരോടൊക്കെയുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിച്ച് ഇത് ദൂരവേ നിന്ന ഭവനങ്ങളിൽ നിന്ന് കേൾക്കുകയും ശ്രവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും തമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനമായ എന്റെ വാക്ക്